ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ്. ഡേറ്റ്സ് ഹൽവ അഥവാ ഈന്തപ്പഴം ഹൽവ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഈന്തപ്പഴമാണ്. അപ്പോൾ 1 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു കളയണം. അതിനുശേഷം ഇതിനെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വച്ചേക്കണം. അപ്പോൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റായി വരും. അപ്പോൾ കുതിർത്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ഹൽവയ്ക്ക് ആവശ്യമായി ഞാനിവിടെ ബദാമും കാഷ്യൂവും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും ഇതിൽ നിന്ന് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ഹൽവ ഉണ്ടാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈന്തപ്പഴം പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും കരിയാനും ഒക്കെ സാധ്യതയുണ്ട്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടയ്ക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ നെയ്യ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണയും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഈന്തപ്പഴത്തിൻ്റെ കൂടി മധുരം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര വേണമെന്നില്ല, ഞാൻ ഉള്ളത് കൊണ്ട് ചേർത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 4-5 ഏലക്ക കൂടി ഇട്ട് പൊടിച്ചിരുന്നു. അതും കൂടി ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഏലക്ക ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഹൽവയ്ക്ക്. ഇനി നമുക്ക് ഇതേ ടൈം തന്നെ ഒരു പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ അത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഡേറ്റ്സ് ഹൽവ തിക്കായി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഇതിനെ ഒരു തിക്കാക്കി എടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി തിക്കായി. ഈ ടൈമിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൽവ കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ കൂടി അതിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അതായത് ആ പാത്രത്തിൽ സ്റ്റിക്ക് ചെയ്യാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം വരാൻ. ഇപ്പോൾ സ്റ്റിക്കൊന്നും ചെയ്യുന്നില്ല. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ആഡ് ചെയ്തു. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് ബട്ടറോ നെയ്യോ തേച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിനെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം മുറിച്ചെടുത്തതാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.